രാവിലെ ഒരു വൃദ്ധ മരിച്ചുപോയതായി കണ്ടെത്തുന്നു. അരുൺ ഭാഗികമായി പരിക്ക്. ശിൽപ അന്ത്യം. 6 പേര് രക്ഷപ്പെട്ടു. പക്ഷേ തകർന്ന മനസ്സുകൾ. ദുരന്തങ്ങൾ. വീട് പഴയ രഹസ്യങ്ങൾ കൊണ്ട് ശൂന്യമായി. 6 പേർ വീട് പരിശോധിക്കാൻ തീരുമാനിച്ചു. പഴയ മുറികൾ, പടികൾ, മറഞ്ഞുവച്ച പാതകൾ, പൊടി നിറഞ്ഞ ജനലുകൾ. രാവിലെ വെളിച്ചം ശീതളവും മൂടലും. അതിവിശ്വസനീയമായ ഒരു ശാന്തി. അരുൺ വേദനയിലും ഭയത്തിലും പഴയ ലൈബ്രറി ഭാഗത്തേക്ക് നയിച്ചു. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു ശിൽപയുടെ ട്രെയിൻ ബാഗ്, കുറച്ചുകൂടി ചുറ്റപ്പെട്ട വീട്, ചില പഴയ രേഖകൾ, പടികളിലെ അടയാളങ്ങൾ. റിയ സൂക്ഷ്മനേടിൽ കുറിപ്പുകളിൽ നിന്ന് വീട്ടിലെ പഴയ ദുരന്തത്തിന്റെ കഥ കണ്ടെത്തുന്നു. കഴിഞ്ഞ 50 വർഷങ്ങൾ മുൻപ് ഈ വീട് വലിയൊരു വംശീയ കുടുംബം ഖകരമായ ഒരു അപകടം സംഭവിച്ചു. പെട്ടെന്ന് ഒട്ടേറെ മരണങ്ങൾ, മനുഷ്യരുടെ ദുരന്തങ്ങൾ രഹസ്യമായി നാടകീയമായ രീതിയിൽ സംഭവിച്ചു. അരുൺ പറഞ്ഞു, ഇവിടെ എല്ലാം പഴയ ഓർമ്മകളാണ്, മനുഷ്യർ തന്നെയാണെല്ലാം പ്രതിഫലനം. ഭയം, അപകടം, ദുഃഖം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവരുടെ പരീക്ഷണം തുടരുന്നു. വീട് താനെ കരഞ്ഞിരിക്കുന്ന പോലെ ഓരോ മുറിയിലേക്കും അവരോടൊപ്പം നീങ്ങുന്നു. എല്ലാവരും അടുക്കളയിൽ വിശ്രമിക്കുന്ന സമയത്ത് വിക്രം മറ്റൊരു മുറിയിലേക്ക് പോകുന്നു. അവിടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു റൂം കണ്ടെത്തുന്നു. പെട്ടെന്ന് ഒരു പേടിപ്പെടുത്തുന്ന രൂപം അവന്റെ മുമ്പിൽ നിന്ന് അവന്റെ തൊണ്ടയിൽ പിടിച്ചു. ശ്വാസം കിട്ടാതെ അവൻ മരിച്ചു. റിയ എവിടെയെന്നു ചോദിച്ചു. ആർക്കും അറിയില്ല. എല്ലാവരും പേരുവിളിച്ചു തപ്പാൻ തുടങ്ങി. പെട്ടെന്ന് കറന്റ് വന്നു. അപ്പോൾ വിക്രം മരിച്ച നിലയിൽ പടികളുടെ അടുത്ത്. എല്ലാവരും വിചാരിച്ചത് പടികളിൽ നിന്ന് വീണതാവും എന്നാണ്. വിക്രം. റിയ കരയുന്നു. മറ്റു സുഹൃത്തുക്കൾ ഓടിയെത്തുന്നു. ഭയം, പുകഞ്ഞ ഓർമ്മകൾ, അവരിൽ ആലോചനാശൂന്യം. വീട് മനുഷ്യർക്ക് മാത്രമായിരിക്കും ഭീതിപ്പെടുത്തുന്നത്, ഭാവനയിൽ കേടാകാതെ. ഇവർ 2 പേരുടെ മരണങ്ങൾക്കുശേഷം ഭയക്കാർന്നവരും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരും ആയി. രാഹുൽ, മീര, റിയ, അനിൽ 2 മണിക്കൂർ കളരി, പാതകൾ, പടികൾ വഴി ആശ്വാസം തേടുന്നു. നമ്മൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് കാര്യമില്ല, ആരെയും രക്ഷിക്കാനാവില്ല. അനിൽ വിളിക്കുന്നു. ഇവിടെ എല്ലാം മനുഷ്യരുടെ കുറ്റങ്ങളും ലജ്ജയും. ഭാവനയിൽ കഴിയുന്ന ദുഃഖം. രാഹുൽ പറയുന്നു. അവർക്കിടയിൽ ചില രഹസ്യങ്ങൾ തുറക്കുന്നു. മനസ്തകരാറിലായി. പക, കുറ്റബോധം, ഭയം, സങ്കടം, മൂല്യവത്തായ സംഭാഷണം. മുറിയിൽ പിഴവ്. പഴയ മുറിയിൽ അടച്ചു. അവൾ വൈദറ്റി നിഗൂഢതയുടെ ഉള്ളിൽ മറന്നിരിക്കുന്ന ഒരു മുറി. അവൾ അതിൽ എത്തിപ്പെടുന്നു. പെട്ടെന്നാണ് കറണ്ട് പോയത്. പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. തിരിഞ്ഞപ്പോൾ ആരുമില്ല. പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് പേടിപ്പെടുത്തുന്ന ഭയാനകരമായ ഒരു രൂപം. പിന്നെ റിയുടെ കരച്ചിൽ. റൂമിൽ അവർ എത്തുമ്പോഴേക്കും റിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ഓർമ്മിക്കുന്നു. 50 വർഷങ്ങൾ മുൻപ് വീട്ടിലെ ഒരു കുടുംബം. തങ്ങളുടെ അന്തരീക്ഷ പ്രശ്നങ്ങൾ, പരസ്പര വിരോധം, തകരാറിലായ ആലോചനകൾ, അപകടങ്ങൾ, എല്ലാവരും തിരിച്ചറിയാതെ മരണപ്പെടുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ പഴയ അനുഭവങ്ങൾ ഞങ്ങളിൽ സംഭവിക്കുന്നു. ഭീതിയും പകയും മാത്രമേ അവരിൽ. ഹൈഡ് ആൻഡ് സീക്ക് എന്ന കളി ഒരു മനുഷ്യന്റെ ഭാവനയിലെ ദുഃഖവും തെറ്റായ തീരുമാനങ്ങളും കൊണ്ടാണ് തുടരുന്നത്. രാഹുൽ പറയുന്നു. 3 മരണം. ബാക്കിയുള്ളവർ ഭയത്തിലും വേദനയിലും വീട്ടിൽ നിന്ന് പുറത്തു പോവുന്നു. വീട് ശാന്തമായിരിക്കുന്നു. മഴ ചെറുകുന്നു. കാറ്റ് കുലുങ്ങുന്നു. പാതയിലൂടെ സന്ധ്യാവെളിച്ചം വീഴുന്നു. എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഈ വീട്, ഈ പാതകൾ, ഈ ഓർമ്മകൾ ഒരിക്കലും പൂർത്തിയാകില്ല. കാരണം ചില കളികൾ, ഹൈഡ് ആൻഡ് സീക്ക് പോലുള്ള, അവസാനിക്കില്ല. അവസാന ദൃശ്യത്തിൽ വലിയ വീടിന്റെ പരിസരം, മൂടൽമഞ്ഞ്, വീതിയിൽ തെളിയുന്ന വെളിച്ചം, ചലനങ്ങളില്ലാത്ത ശാന്തി. അവർ തന്റെ സ്നേഹിതരെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധവും ദുഃഖവും കൊണ്ട് അവർ മടങ്ങുന്നു. തെറ്റായ തീരുമാനങ്ങൾ, തിരിച്ചറിയാത്ത മനുഷ്യർ, അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും എന്നും ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാം. എല്ലാം നിശബ്ദം.